ഉഴുന്നുവട എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഹോളുണ്ടല്ലോ അത് കറക്റ്റായിട്ട് വരില്ല. അതെന്താണെന്നറിയില്ല, എൻ്റെ വിരലാവും ചിലപ്പം പൊള്ളി പോകുന്നത്. പക്ഷേ ഈ ഒരു കാരവട പനിയാരം ഉണ്ടല്ലോ, ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. ഒരു 5 മണിക്കൂർ നേരം ഒരു കപ്പ് അരിയിലോട്ട് ഒരു 1/4 കപ്പ് ഉഴുന്ന് എന്ന രീതിയിൽ നമ്മൾ കുതിർത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർക്കണം കേട്ടോ. എന്നിട്ട് ഇത് അരച്ചെടുത്തിട്ട് ഇതുപോലെ സവാള, പച്ചമുളക്, കുറച്ച് ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, മല്ലിയില ഇതൊക്കെ അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചതും കുറച്ച് നല്ല ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കട്ടോ. മിക്സാക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം, നമ്മൾ ആ സോക്ക് ചെയ്ത വെള്ളം ഉണ്ടല്ലോ, അരി സോക്ക് ചെയ്ത വെള്ളം, അത് ഒഴിച്ചിട്ട് വേണം കേട്ടോ മിക്സാക്കാൻ. അരക്കാനും അതിനെ ഉപയോഗിക്കുക. ഇനി ചട്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ചായിട്ട് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ നമ്മുടെ ആ ഒരു ഉഴുന്നുവട ഫ്രൈ ആയി വരുന്ന ആ ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറിലായി വരുന്നത് വരെ നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി, പനിയാരം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തലേ ദിവസത്തെ പുളിപ്പിച്ച മാവാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊരു പുളിയുടെ ടേസ്റ്റാണ് ഉണ്ടാവുക. പക്ഷേ ഈ ഒരു ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അതിന് പുളി ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ കഴിക്കുന്ന ഒരു ഉഴുന്നുവട ഉണ്ടല്ലോ അതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതുപോലെ ചുട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടേ. ഇത് ഞാനൊന്ന് രുചിച്ച് നോക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് സാമ്പാറും ചട്നിയും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട. അപ്പം ഞാൻ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.